US വിപണിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഇൻഫ്ലേഷൻ കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു. ഇത് ഇനിയും റേറ്റ് കട്ട് എന്നുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിക്കാൻ ലേറ്റ് ആകുമെന്നുള്ള സൂചനകളാണ് നൽകുന്നത്. US വിപണി കഴിഞ്ഞ ദിവസം കനത്ത ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിപ്പോൾ ആഗോള വിപണികളെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് 32,300 പോയിന്റിലായിരുന്നു അതിന്റെ ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് സെഷൻസിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് 38,800 പോയിന്റ് വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിനിടെ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 6,000 പോയിന്റിന്റെ നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. നാച്ചുറലി ഇന്നലെയും ഇന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ഈ ഇടിവ് ഇസ് എ വെരി നാച്ചുറൽ കറക്ഷൻ. ഇത് ഒരു വിധത്തിലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കാൻ പോകുന്നില്ല. നമ്മുടെ കൈവശം അമേരിക്കൻ മാർക്കറ്റിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 37,200 പോയിന്റ് ആയിരിക്കണം. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചു. ബട്ട് ഒരു ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും ഒരു നേരിയ റിക്കവറി നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരുന്നു. ഡിറ്റോ ഇൻ ദ കേസ് ഓഫ് ദി നാസ്ഡാക്ക് ഇൻഡെക്സ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 14,000 പോയിന്റിലായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ബോട്ടം. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ 18,000 പോയിന്റിന്റെ ലെവൽ വരെ നാസ്ഡാക്ക് നേട്ടം നൽകിയിരുന്നു. ദാറ്റ് ഈസ് ഗെയിൻ ഓഫ് 4,000 പോയിന്റ്സ് ഓൺ 14,000. സോ അതൊരു വളരെ വലിയൊരു ഗെയിൻ ആയിട്ട് നമുക്കറിയാം. ആൻഡ് നാച്ചുറലി ഇന്നലെ കണ്ട ഒരു ഇടിവ് ഇസ് ഓൺലി എ പ്രോഫിറ്റ് ടേക്കിംഗ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 16,800 പോയിന്റ്. കോമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്തും ക്രൂഡ് ഒരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരു സെഷനിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഡെറിവേറ്റീവ്സിൽ നോക്കുമ്പോഴും ബ്രെന്റ് ക്രൂഡ് 0.14% ഒരു ഇടിവിൽ $82 ബാരലിന് $82.65 എന്നുള്ള ഒരു ലെവലിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, ഒരു കറക്ഷൻ തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ക്രൂഡ് വീക്കായിട്ടല്ലായിരുന്നു ക്ലോസ് ചെയ്തത്. ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഒത്തിരി നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. നമ്മൾ WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും ക്രൂഡ് ഓയിൽ $77.77 ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ഏരിയ. കാര്യം എന്തെന്നാൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ലെവല് 79 മുതൽ $80 അടുത്ത. സോ ആ ഒരു റേഞ്ച് ക്രൂഡ് ഓയിലിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ long term trend is going to turn bullish. Already short term trend bullish ആയി മാറിക്കഴിഞ്ഞു. ആൻഡ് വരും സെഷൻസിൽ നമുക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കുറെ കൂടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഗോൾഡിനെ സംബന്ധിച്ചും കൂടി സാറിന്റെ എക്സ്പെക്ടേഷൻസ് ചോദിക്കുകയാണ്. നിലവിൽ ഫ്ലാറ്റ് ആയിട്ട് ഔൺസിന് 1991.86 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ ആക്ച്വലി ഇന്നലെ കനത്തൊരു സെല്ലിംഗ് നമുക്ക് കാണാൻ ഇടയുണ്ടായി. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ സ്വർണത്തിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ $2,040 സപ്പോർട്ട് ലെവല് വീണ്ടും ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വർണത്തിന്റെ കേസിൽ ദ ഔട്ട്ലുക്ക് ഇസ് ബിക്കമിങ് വെരി വെരി ബെയറിഷ്. സോ ഇന്ന് $2,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. $2,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് 1970. $1970 സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ഇൻ ഗോൾഡ് വിൽ ബിക്കം ബെയറിഷ്. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞൊരു സെഷനിൽ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള സെഷനിൽ കനത്ത ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു 21,743 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ നോക്കുമ്പോഴും 21,766 എന്നുള്ള റേഞ്ചിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റി ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ സാറിന്റെ നിഫ്റ്റിയുടെ ഒരു പ്രകടനത്തിലുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി 50ക്ക് ഞാൻ ഇന്നലെ നോക്കി സൂചിപ്പിച്ചതുപോലെ 22,150 ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റി വീണ്ടും ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ.
ബട്ട് ഫ്രം എ പ്യുവർ ഇൻട്രാഡേ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി നമുക്ക് വേറൊരു ലെവലും കൂടെ ശ്രദ്ധിച്ചിരിക്കാം. 21,900 പോയിന്റ്. സോ 21,900 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ നമുക്ക് ഒരുപക്ഷെ ഷോർട്ട് ടേമിന് വേണ്ടി ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കും. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ നിഫ്റ്റി 50യെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. HDFC ബാങ്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു വരുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നോളജി മേജേഴ്സ് പർട്ടിക്കുലർലി TCSന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയും കൂടി ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 620 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് അവസാന നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയത്. 45,502.4 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിലും 45,750 എന്ന റേഞ്ചിലേക്ക് വരുന്നതിന് വേണ്ടി നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 44,400 പോയിന്റ് ആൻഡ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 46,800 പോയിന്റ്. 46,800 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകുന്നുള്ളൂ. സാർ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് SBIയുടെ കാര്യം തന്നെയാണ്. SBIയുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ റിസൾട്ടുകളെ സംബന്ധിച്ച് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് നമ്പേഴ്സ് ആയിരുന്നില്ല അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ലോൺ ഗ്രോത്തിലാണെങ്കിലും ഇൻട്രസ്റ്റ് മാർജിനിലൊക്കെ തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡിസംബർ ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. SBIയെ സംബന്ധിച്ചും കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നോക്കുകയാണെങ്കിലും 728.2 എന്നൊരു പുതിയൊരു ഹൈയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും SBIയുടെ ഓഹരികൾക്ക് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 0.78% ഒരു ഉയർച്ചയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 713.45 എന്ന റേഞ്ചിലായിരുന്നു. സർ ഓൾറെഡി SBIയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പ്രധാനമായിട്ട് നമ്മൾ SBIയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ SBI 2 സെഷൻസിന് മുൻപ് പുതിയൊരു ഓൾ ടൈം ഹൈ സൃഷ്ടിച്ച് 728.35 രൂപ. ആ ഒരു ലെവല് തന്നെയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് SBIയുടെ കേസിൽ ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു 30 മുതൽ 45 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഫെബ്രുവരി മാസത്തിൽ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ബാങ്കിങ് സ്റ്റോക്കാണ് യൂക്കോ ബാങ്ക് എന്ന് പറയുന്നത്. 70 രൂപയിലേക്ക് ഈ ഒരു ഓഹരി കുതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? സോ യൂക്കോ ബാങ്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റ് ചില സ്മോൾ PSU ബാങ്ക്സിനെ കുറിച്ചും കൂടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്മോൾ പ്രൈസ്ഡ് PSU ബാങ്ക്സ്, ഈ സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് ജനുവരി മാസം മുതൽ ഈ ഫെബ്രുവരി തുടക്കം വരെ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അതിനെ തുടർന്ന് കഴിഞ്ഞ 4 സെഷൻസിൽ കനത്തൊരു പ്രോഫിറ്റ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് വീണ്ടും ഒരു ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം റെഡി ആയിക്കൊണ്ടുവരുന്നു. സോ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും വി ക്യാൻ പേ എ ലോട്ട് ഓഫ് ക്ലോസ് അറ്റൻഷൻ. യൂക്കോ ബാങ്കിന്റെ സ്പെസിഫിക് കേസിൽ യൂക്കോ ബാങ്ക് ആദ്യം നേരിടാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 60 രൂപയിലായിരിക്കും. 60 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് നമുക്ക് 8 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സാർ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിനെ കുറിച്ചും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3.48% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 62.15 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ PSBയുടെ കേസിൽ ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഹാവ് എ സിഗ്നിഫിക്കന്റ് പൊസിഷൻ ഇൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ആൻഡ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 65 രൂപയായിരിക്കണം. 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 73, അതിനെ തുടർന്ന് 75 രൂപയിലും ആയിരിക്കും.
ഒപ്പം തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കാര്യം കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% അടുത്തൊരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 65 രൂപ റേഞ്ചിൽ തന്നെയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 68 രൂപ. 68 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും നമുക്ക് 10 രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം. യെസ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യുന്നതിൽ ഒരു പ്രധാന കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ച് നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 45% ഒരു വർധനവ് അറ്റാദായത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരുമാനത്തിലും ഒരു 18% മുന്നേറ്റം രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ വോളിയം നോക്കുകയാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ബ്രോക്കറേജസ് ഒക്കെ തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു കമ്പനി റിസൾട്ട് റിലീസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആദായം നോക്കുകയാണെങ്കിൽ 2212 കോടി രൂപയായിട്ട് ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമാനത്തിൽ 18% വർധനവാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. 25,587 കോടി രൂപയായിട്ട് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എബിഡ മാർജിൻ എന്നാൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഒരു 22 ബേസിസ് പോയിന്റിന്റെ ഒരു കുറവാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 12.78% രേഖപ്പെടുത്തിയേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെയിൽസ് വോളിയത്തിൽ 11.1% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലുള്ള സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? കഴിഞ്ഞ ദിവസം 0.83% ഒരു ഇടിവിൽ 1646 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ M&Mന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഒരു ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ട്രെൻഡിങ് സൈഡ് വേസ്. സോ M&Mന്റെ കേസിൽ ആക്ച്വലി കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ബ്രോഡർ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഓട്ടോ സെഗ്മെന്റ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്വീൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോർ ആൻഡ് മാരുതി സുസുക്കി എന്റെ തേർഡ് ചോയ്സ് ആയിട്ട് M&M വരത്തുള്ളൂ. എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്ക് ഇപ്പോൾ ഓട്ടോ സ്പേസിൽ ഇറ്റ് ഇസ് മാരുതി, ഫോളോഡ് ബൈ ടാറ്റ മോട്ടോ ആൻഡ് മൂന്നാമത്തത് M&M. M&Mന്റെ കേസിൽ M&Mന് 1760 രൂപയുടെ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം M&Mന്റെ കേസിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ടാറ്റ മോട്ടോഴ്സിന് ഇന്നത്തെ ട്രേഡിംഗിൽ 925 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ 941, 42 ആ റേഞ്ചിലായിരിക്കും. ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 990, 995 ആ റേഞ്ചിലായിരിക്കും. യെസ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിസൾട്ട് വരാനിരിക്കെ ഏഷ്യർ മോട്ടോഴ്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ്സിനേക്കാളും ഉയർന്ന റിസൾട്ടുകളായിരുന്നു കമ്പനി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു. 996 രൂപ എന്ന റേഞ്ചിലായിരുന്നു കമ്പനി അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ്, മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഐഷ മോട്ടോ ലൈക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ബ്രോഡർ മാർക്കറ്റിനെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. M&Mന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, പക്ഷേ സൈഡ് വേസ് ആയിട്ട് നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡിനെ കാണാൻ സാധിക്കുന്നത്. ഐഷ മോട്ടോറിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് 4000 രൂപയിൽ കാണുന്നുണ്ട്. 4000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈ ട്രിഗർ ലഭിക്കും.